ചാമക്കാല താങ്കൾക്ക് ഈ വിഷയത്തിൽ കുറച്ച് കൂടുതൽ അറിയാവുന്ന ആളായത് കാരണം ഈ സ്റ്റാറ്റ്യൂട്ട് ഞാൻ വായിച്ച തെറ്റാണോ എന്ന് പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇവിടെ പല വിയോജിപ്പുകളുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. പക്ഷേ ഇത് വ്യക്തിപരമായി ഇപ്പോൾ ഇന്നലെ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കുന്നു, ഇന്നലെ മുഖ്യമന്ത്രി ഗവർണറുടെ മുഖത്തേക്ക് നോക്കുന്നു, ഗവർണർ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ന് ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കുന്നു, മുഖ്യമന്ത്രി മൈൻഡ് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ഒരു വിരുന്നിലേക്ക് വിളിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇത് മറ്റു വിയോജികൾക്കൊക്കെ അപ്പുറം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വ്യക്തിപരമായ ഈഗോ ക്ലാഷായി മാറുന്നുണ്ടോ? അത് എത്രമേൽ പരിതാപകരമാണ് ചാമക്കാല? ഹാഷ്മി, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ മുഖ്യമന്ത്രിയും ഗവർണറും, മുഖ്യമന്ത്രി എന്ന പദവിയും ഗവർണർ എന്ന പദവിയും മാറ്റിവെച്ച് അവർ രണ്ട് വ്യക്തികളാകുന്നു. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമായി മാറുന്നു. അവരിലെ കോംപ്ലക്സ് കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നു. അത് രണ്ടുപേരുടെ കാര്യത്തിലും ഒട്ടും കുറവിലല്ല. അപ്പോൾ ആ രീതിയിലേക്ക് പോകേണ്ട സ്ഥാനങ്ങളല്ല അവർ വഹിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. ഇല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നവർക്ക് ബോധ്യമുണ്ടാകണം. അവരോടൊപ്പം നിൽക്കുന്നവർ പറഞ്ഞു മനസ്സിലാക്കണം, അവരല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കണം. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരമപ്രധാന പ്രശ്നം. നോക്കൂ, ഇവിടെ ഞാൻ രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, രണ്ട് ഈ നിയമസഭയിൽ വന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട്. നിയമസഭയിൽ ഇത്തരത്തിൽ എല്ലാ പുതിയ അസംബ്ലി വരുമ്പോഴും ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഇത്തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ്. എല്ലാ വർഷവും ആദ്യം നടക്കുന്ന, എല്ലാ കലണ്ടർ വർഷവും ആദ്യം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടതായിട്ടുണ്ട്. ആ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോടതി വിധികളൊക്കെ വന്നിട്ടുണ്ട്. 1965 തന്നെ പശ്ചിമ ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നു. അവിടെ അന്നത്തെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് അസംബ്ലിയിലെത്തിയപ്പോൾ ഒരു വരി പോലും അവർക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അംഗങ്ങൾ ബഹളം വെച്ചു. സൈലൻ്റായിട്ടിരിക്കണമെന്ന് അവർ പറഞ്ഞു. അംഗങ്ങൾ കൂട്ടാക്കിയില്ല. അവർ വേദി വിട്ട് പുറത്തുപോയി. തുടർന്ന് ആ നയപ്രഖ്യാപന പ്രസംഗം ടേബിൾ ചെയ്തു. അസംബ്ലിയിൽ സ്പീക്കർ ടേബിൾ ചെയ്തു. അതിനെ തുടർന്ന് കോടതി വ്യവഹാരങ്ങൾ നടന്നു. കോടതി തന്നെ പറഞ്ഞു അവിടെ അത് അവർക്ക് വായിക്കാൻ കഴിയാതെ പോയതാണ്, തടസ്സപ്പെടുത്തിയത് മൂലം അവർക്ക് വായിക്കാൻ കഴിയാതെ പോയതാണ്. പക്ഷേ അവിടെ ടേബിൾ ചെയ്ത സ്ഥിതിക്ക് അത് സാധുവായി കണക്കാക്കാം എന്ന് 65 തന്നെ കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയുമോ? ഇന്നലെ ഇപ്പോൾ ഈ വിഷയമുണ്ടായി. എന്തെങ്കിലും വായിച്ചാൽ മതി. പലപ്പോഴും ചിലർ ഒഴിവാക്കാറുണ്ട്, ചില ഭാഗങ്ങൾ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇത് മനഃപൂർവ്വമായി തൻ്റെ നീരസം പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇന്നലെ അത് കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തിന് അസുഖമുണ്ട് എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ലെന്നും അദ്ദേഹത്തിന് അത് വായിക്കാനുള്ള ശേഷിയുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കുന്ന ചരിത്രങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകാമായിരുന്നു. പക്ഷേ ഇത് തൻ്റെ പ്രതിഷേധം കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്തതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഗവർണർ അങ്ങനെ സംസാരിച്ചതെന്ന് നമുക്കറിയാം. ഉടൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരായി എതിർപ്പ് വന്നു. ഇത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല എന്ന് പ്രതിപക്ഷ നേതാക്കന്മാർ ഒന്നടങ്കം അവിടെ നിയമസഭയിൽ സമ്മേളനത്തിൽ പറഞ്ഞു. ഉടൻ LDF എന്താ ചെയ്തത്? ഭരണകക്ഷി എന്താ ചെയ്തത്? അവർ അവരുടെ പാർലമെൻ്ററി പാർട്ടി കൂടി ഇതിനെ ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അല്ലേ? ഇന്നലെ അങ്ങനെ തന്നെയാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അഹങ്കാരമാണെന്ന് പറയുന്നുണ്ട്. നിലവിട്ട കളി എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറയുന്നുണ്ട്. അത് വേറെ ഇന്നാണ് പറയുന്നത്. ഇന്നലെ പറയാമായിരുന്നല്ലോ. ഇന്നലെയാണല്ലോ വിഷയം ഉണ്ടായത്. ഇന്നിപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ റിപ്പബ്ലിക് ഡേയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇപ്പോൾ അത് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അവിടെ തന്നെ അതിനെക്കുറിച്ചൊരു പ്രതികരണം ഉണ്ടാകാതെ പാർട്ടിയുടെ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി കൂടി തീരുമാനിച്ചത് ഇത് ഗൗരവമുള്ള വിഷയമാക്കി വേണ്ടി മാറ്റേണ്ടതില്ല എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി പോലും ആ സമയത്ത് വീണ വായിക്കാൻ പോയിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വീണ വായനയാണ് ഇതിന് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവിടെ പ്രതികരിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എൻ്റെ വാചകങ്ങളിൽ തന്നെ അതുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണം, മുഖ്യമന്ത്രിയുടെ കുടുംബം പെട്ടിരിക്കുന്ന അന്വേഷണം, അത് മുഖ്യമന്ത്രിയെ ഒട്ടൊന്നുമല്ല ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണാതെ പോകരുത്, കേൾക്കാതെ പോകരുത്. ഇവിടെ ഇവർ തമ്മിൽ ഞാൻ രണ്ട് വാചകത്തിൽ മാത്രം, എനിക്ക് മൈക്ക് കൈമാറിയത് തന്നെ 8:30 മണിക്കാണ്, താങ്കൾ ഓർക്കണം. ഇവിടെ ഇപ്പോൾ സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞു. ഇവർ തമ്മിൽ എന്ത് യോജിപ്പായിരുന്നു? ഇവർ തമ്മിൽ 2021 ഡിസംബർ മാസം 8-ാം തീയതി വരെ പരമയോജിപ്പായിരുന്നു. ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. 2021 ഡിസംബർ മാസം 8-ാം തീയതി സർവകലാശാലയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട്, ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ആദ്യമായി പരസ്യമായി രംഗത്ത് വരുന്നത്. അത് തന്നെ ഒരു കേസ് വന്നതിന് ശേഷമാണ് ഗവർണർ സർക്കാരിനെ അവർ ഒന്നിച്ച് കൂട്ടായി നിന്നുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം ഗവർണർ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും തള്ളി പറയുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ആ രീതിയിൽ അവിടെ മുതൽ തുടങ്ങി. പിന്നീട് ഇവർ തമ്മിൽ സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്നു, അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുത്തയക്കുന്നു, ഇങ്ങോട്ട് ഗിഫ്റ്റ് മേടിക്കുന്നു. ഇവരെല്ലാം അതിനുശേഷവും തോളത്ത് കയറ്റി നടന്നു. പിന്നീട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നു. ഇപ്പോൾ ആ പിണക്കം കൂടുതലായി നീണ്ടുപോകുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സർവകലാശാലയിലേക്ക് അതല്ല വന്നു നിന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവർണർ
ഈ കേസ് നമുക്കറിയാം. ഇതിനിടയ്ക്കാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ കേസുണ്ടായി. ആ കേസ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ പരിഗണിച്ചു. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിടെ അദ്ദേഹത്തിൻ്റെ നിയമന രീതിയിൽ ഞങ്ങൾ തെറ്റ് കാണുന്നില്ല, പക്ഷേ അതിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ ബാഹ്യ സമ്മർദ്ദം ആരുടേതാണെന്ന് വളരെ ക്ലിയറാണ്. ആരുടേതാണ്? മുഖ്യമന്ത്രിയുടേതാണ്. അതിന് ഉപോത്ബലകമായി കോടതി സ്വീകരിച്ച തെളിവ് ഗവർണർ രാജ്ഭവൻ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പ് ഉൾപ്പെടെയാണ്. ബാഹ്യ സമ്മർദ്ദത്തിന് ഇത്തരത്തിൽ ഒരു ഇടപെടൽ മന്ത്രി ബിന്ദുവിന്റെ ഉണ്ട്. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഞാൻ മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞ ഉണ്ട്, മന്ത്രിയും ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഒരു AGയുടെ ഒരു നിയമോപദേശവും ഒക്കെ ആയി പോയി ഇത്തരത്തിൽ അവിടെ നിയമനം നടത്തിയെടുത്തു. ആ നിയമനം നടത്തിയെടുത്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ അതിനെക്കുറിച്ച് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു ബാഹ്യസമ്മർദ്ദം ഉണ്ടായി. ആരാ ബാഹ്യസമ്മർദ്ദം ഉണ്ടാക്കിയത്? നേരത്തെ ഇതേ ഗവർണർ തന്നെ രാജ്ഭവനിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, എൻ്റെ മേൽ സമ്മർദ്ദപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് വെക്കാൻ നിർബന്ധിതനായത്. അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയാൽ അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല എന്നൊന്നും ഞങ്ങളുടെ നിലപാട്. ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. എന്നാൽ ആ സമ്മർദ്ദപ്പെടുത്തിയതിനെ സംബന്ധിച്ചോ, സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് അദ്ദേഹം രാജ്ഭവനിൽ പത്രസമ്മേളനം വിളിച്ചു, പതിവിന് വിപരീതമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിജിലൻസ് കോടതി പോയപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമ അമെൻമെൻ്റ് അനുസരിച്ച് ആരെയാണോ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. എന്നോട് കോടതി തന്നെ പറഞ്ഞു ഗവർണറുടെ പ്രോസിക്യൂഷൻ പെർമിഷൻ മേടിക്കാൻ. ഞാൻ അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുത്തു. അദ്ദേഹം ഈ നിമിഷം വരെ തന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്നെ മേൽ സമ്മർദ്ദപ്പെടുത്തിയെന്ന്. എന്നിട്ട് അദ്ദേഹം പെർമിഷൻ തന്നില്ല. ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻറ്റ് വന്നു. സുപ്രീം കോടതി സ്പെസിഫിക്കായി പറയുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ എൻ്റെ മേൽ ബാഹ്യസമ്മർദ്ദം മൂലമാണ് ഈ നിയമനം നടന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അസാധുവാക്കുന്നു എന്ന് ജഡ്ജ്മെൻറ്റ് വന്നു. ആ ജഡ്ജ്മെൻറ്റിലൂടെ എന്താ വ്യക്തമാക്കുന്നത്? അവിടെ പോയിരുന്ന എന്തിനു വേണ്ടിയാണ്? ആ നിയമനം സാധുവാണോ അല്ലേ എന്നുള്ള. നിയമനം അസാധുവാണെന്ന് പറഞ്ഞു. കാരണമായിട്ട് എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ബാഹ്യസമ്മർദ്ദപ്പെടുത്തി. ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഗവർണറെ സമീപിച്ചു. പ്രോസിക്യൂഷൻ പെർമിഷനുമായി പോകാൻ ഞാൻ നേരത്തെ അങ്ങേക്ക് കത്തുന്നുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് എനിക്ക് പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നുവരെ വേണ്ടിയിട്ടില്ലെന്നേ. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ ഒത്തുകളിയുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ ബാഹ്യസമ്മർദ്ദം നടത്തി എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടും അതിൻ്റെ ബേസിസിൽ ഒന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ ഞാൻ ഗവർണറെ സമീപിച്ചത് ഒന്നിലധികം തവണയാണ്. ഗവർണർ എന്തുകൊണ്ട് അനുമതി തരുന്നില്ല? ഇനി ഞാനൊന്നുകൂടെ ചോദിക്കട്ടെ ഹാഷ്മി, ഈ കേരളത്തിലെ സർവകലാശാലകളിൽ ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷമാണല്ലോ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഒക്കെ നോമിനേഷൻ നടത്തിയതും BJP-ക്കാരെ ചേർത്തതുമൊക്കെ. ഞാൻ ചോദിക്കുന്നത്, ആ ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഈ ഗോപിനാഥ് രവീന്ദ്രനെ പോസ്റ്റ് ചെയ്യുന്നത് വരെ എല്ലാ നിയമനങ്ങളും ഈ സർക്കാർ പറഞ്ഞത് അതുപോലെ ചെയ്തു കൊടുക്കുകയായിരുന്നില്ലേ? ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗവും അതുപോലെ അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളും കോടതിയിൽ പോയതിന് ശേഷം മാത്രമല്ലേ ഗവർണർ പിന്നോട്ട് പോയത്? അവിടെ വരെ ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും സർക്കാരിന് അവരെക്കുറിച്ച് എതിരഭിപ്രായം ഗവർണറെ കുറിച്ച് ഉണ്ടായിരുന്നോ? സർക്കാർ പറഞ്ഞ നിയമനങ്ങളെല്ലാം അതേപോലെ നടത്തി കൊടുത്തില്ലേ? ഇനി ജഡ്ജ്മെൻറ്റ് വന്ന ഉടൻ ഗവർണർ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് തോന്നുന്ന ആളുകളെയൊക്കെ കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും നിയമിച്ചു. അങ്ങനെ നിയമിക്കുമ്പോൾ ഇവിടെ ഹാഷ്മി പറഞ്ഞതിലും തെറ്റുണ്ട്, സുരേഷ് പറഞ്ഞതിലും തെറ്റുണ്ട്. ഒരു സംശയവും വേണ്ട, ഔട്ട്സ്റ്റാൻഡിങ് എബിലിറ്റി ഉള്ള 4 പേരെ വേണം വയ്ക്കാൻ. അതിന് തർക്കമേ ഇല്ല. അത് കണ്ടെത്തുന്നത് നിർബന്ധമായും സർവകലാശാലയിൽ നിന്ന് റാങ്ക് കിട്ടിയ 100 കണക്കിന് കുട്ടികളുണ്ട്. 100 അത് ഫസ്റ്റ് ഇയറിൽ ടോപ്പറാകാം, സെക്കൻഡ് ഇയറിൽ ടോപ്പറാകാം, തേർഡ് ഇയറിൽ ടോപ്പറാകാം, PG-ക്കാണ് 2 വർഷമാകാം, മറ്റെന്തെല്ലാം കോഴ്സുകളുണ്ട്, ഏതെല്ലാം സബ്ജക്റ്റുകളുണ്ട്. അങ്ങനെ 100 പേരുടെ ലിസ്റ്റ് 1ാം റാങ്ക് കിട്ടിയവരുടെ തന്നെ കിട്ടും. ആ ലിസ്റ്റിൽ നിന്ന് ഇഷ്ടമുള്ളവരെ അദ്ദേഹത്തിന് നിയമിക്കാം. എന്നാൽ ഇവിടെ ഹാഷ്മി പറഞ്ഞു സർവകലാശാല കൊടുത്ത റാങ്ക് ലിസ്റ്റിനെ കുറിച്ച്. ഹാഷ്മി, ഞാൻ വളരെ കൃത്യമായി ആധികാരികമായി പറയുന്നു, കേരള സർവകലാശാലയിൽ നിന്നും ഔദ്യോഗികമായി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർ ചോദിക്കുകയോ കേരള സർവകലാശാല അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ സമയമാകുമ്പോൾ വൈസ് ചാൻസലർമാർ അത്തരത്തിലുള്ളൊരു ലിസ്റ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രി കൊടുത്തുവിട്ട ഒരു ലിസ്റ്റ് ഗവർണർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മന്ത്രി കൊടുത്തുവിട്ട ലിസ്റ്റ് അവിടെ ഉണ്ട്. അതിൽ നിന്ന് ആരെയും വെച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ അതാ പറഞ്ഞു വന്നത്, ഗവർണർക്ക് ഇഷ്ടമുള്ളതുപോലെ അതിലെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? കാര്യം ഇതിനെതിരെ 1ാം റാങ്കുകാരായ കുട്ടികൾ കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്റ്റേ കിട്ടിയത്. ആ കോടതിയിൽ കുട്ടികൾ കൊടുത്ത ഹർജി എന്റെ പക്കലുണ്ട്. ആ ഹർജിയിൽ സർവകലാശാല കൊടുത്ത ഈ പറഞ്ഞ സർവകലാശാല സീലുള്ള 1ാം റാങ്കുകാരുടെ ലിസ്റ്റ് ആ ഹർജിയിൽ തന്നെ ഉണ്ട്.
ഇത്ര പേജുകളിലായി എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഈ കുട്ടികളോട് സർവകലാശാല തന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യം ചോദിക്കുന്നു, അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഹാഷ്മി, എനിക്കതിൻ്റെ ചരിത്രം മുഴുവൻ നന്നായി അറിയാം. അവിടെ സർവകലാശാലയിൽ അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ലിസ്റ്റ് തയ്യാറാക്കിയ ആ ലിസ്റ്റ് രജിസ്ട്രാർ കണ്ട് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചു. വൈസ് ചാൻസലർ അങ്ങനെ ആ 4 പേരിലേക്ക് 4 പേരെയോ 8 പേരെയോ കൊടുത്തത്, 4 പോസ്റ്റിലേക്ക് 8 പേരെയോ 5-നും 8-നും ഇടയ്ക്കുള്ള ആളുകളുടെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റ് വൈസ് ചാൻസലർ എടുത്തെത്തിയപ്പോൾ വൈസ് ചാൻസലർ തന്നെ ചോദിച്ചു, ഇതെങ്ങനെയാണ് തീരുമാനിച്ചത്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ചാൻസലർ ആ ഫയലിൽ നോട്ട് ഇട്ട് തിരിച്ചു കൊടുത്തു. ഒരുപാട് സാങ്കേതികതയിലേക്ക് പോകുന്ന സമയമില്ല. ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ല, ഒരു സാങ്കേതികത്വം ഇല്ല. ആ ലിസ്റ്റ് ഞാൻ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ, ഞാൻ പറഞ്ഞ പ്ലീസ് നിങ്ങൾ തമ്മിൽ വലിയ ഭാഗം നടത്തല്ലേ. അത്തരത്തിൽ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് അവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് സെൻറ്ററിലേക്ക് ആളുകളെ നിയമിച്ചുകൊണ്ട് ലിസ്റ്റ് ഇറങ്ങി. ഇനി കോടതിയിൽ പോയതിനെ സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോടതിയിൽ പോയല്ലോ, സുരേഷിനുള്ള മറുപടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 18 പേരെ നിയമിച്ചു ഗവർണർ, കോടതിയിൽ പോയി, സ്റ്റേ കിട്ടിയില്ല. എന്താ കാര്യം? അവിടെ അതിൽ 14 പേരെയും നിയമിക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്, 4 പേരെയും കൂടെ ചേർത്ത് പോയതുകൊണ്ട് കിട്ടിയില്ല. ഇവിടെ അതുകൊണ്ട് എന്താ LDF എന്താ ചെയ്തത്? കേരള യൂണിവേഴ്സിറ്റി 17 പേരെ നിയമിക്കേണ്ടത്, നോമിനേറ്റ് ചെയ്തു. അതിൽ 13 പേരെ മാറ്റി നിർത്തിയിട്ട് 4 പേരാണ് കോടതിയിൽ പോയത്. ഈ 4 പേരുടെ കാര്യത്തിലാണ് നിർബന്ധമായും അവർ മെറിറ്റോറിയസ് ആയിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മെറിറ്റോറിയസ് ആയിട്ടുള്ള ലിസ്റ്റ് ഗവർണർ സർവകലാശാലയോട് ചോദിച്ചിട്ടില്ല, സർവകലാശാല ഗവർണർ കൊടുത്തിട്ടുമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ അധികാരം ഗവർണർക്കുണ്ട് എന്ന് സുപ്രീം കോടതി ഗോവിന്ദ രവീന്ദ്രന്റെ ജഡ്ജ്മെന്റിലൂടെ വ്യക്തമാക്കുമ്പോൾ ചാൻസലർക്ക് ഇത് ബ്യൂട്ടിഫുള്ളായി ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇന്ന പോസ്റ്റുകളിലേക്ക് ഞാൻ സെൻറ്ററിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പോവാണ്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, എനിക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് തരാം, ഞാൻ അതിൽ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളെ സെൻറ്ററിലേക്ക് നിയോഗിക്കും എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. പിന്നെ സുരേഷ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് എന്താ BJP-ക്കാർക്ക് എന്താ സെനറ്റിൽ സിൻഡിക്കേറ്റിൽ വന്നുകൂടെ എന്നാണ്. സുരേഷ് ഇങ്ങനെ പിൻവാങ്ങേ അല്ലെങ്കിൽ ചാൻസലർ നിയമിക്കുന്ന ചാൻസലർ നോമിനേഷനിലൂടെ അല്ല വേണ്ടത്, തെരഞ്ഞെടുപ്പിലൂടെ വന്ന് കാണിക്കുക. തെരഞ്ഞെടുപ്പിലൂടെ വന്ന് കാണിക്കുക. ശരി, നമ്മുടെ വിഷയം അത് മാത്രമല്ല, അല്ലാതെ ഞാൻ ഇടപെടും. ഞാൻ വായിച്ച ആ 4 പേരുകൾ, ഞാൻ വായിച്ച 4-5 പേരുകൾ, ശരി, ഞാൻ വായിച്ച 4-5 പേരുകൾ, അതിനെതിരെ കോടതിയിൽ പോയ വിദ്യാർത്ഥികൾ അവരുടെ ഭാഗം സമർത്ഥിക്കാൻ സർവകലാശാലയുടെ സീലോടുകൂടി സർവകലാശാല കൊടുത്ത ലിസ്റ്റ് എന്ന മട്ടിൽ കോടതിയെ കണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി സ്റ്റേ അനുഭവിച്ച ആ ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. ഇനി തായി പറഞ്ഞ സർവകലാശാല അല്ല, ഞാൻ വായിച്ച ഞാൻ വായിച്ച ലിസ്റ്റ് അല്ല, ഞാൻ ആ ഹർജി ആ ഹർജിയിൽ ആ കുട്ടികൾ എന്താണ് അതിന്റെ ബാക്കി ഭാഗമുണ്ടല്ലോ, അതിനകത്ത് അവരുടെ ഭാഗം സമർത്ഥിക്കാൻ സർവകലാശാലയുടെ സീരിയൽ കുട്ടികൾ കോടതിയിൽ കൊടുത്താണ്. ഞാൻ അത് വായിച്ചു എന്നുള്ളൂ. ഇനി സർവകലാശാല റൂൾ ബുക്ക് പേജ് നമ്പർ 17, ശരി, പേജ് നമ്പർ 17 2-3 ഭാഗമാണ്. അതിൽ മൂന്നാമത്താണ് പറയുന്നത് 4 സ്റ്റുഡൻസ് നോമിനേറ്റഡ് ബൈ ദ ചാൻസലർ, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ ദ ഹ്യൂമാനിറ്റീസ് അങ്ങനെ പറയുന്നു. എന്ന് പറഞ്ഞാൽ സർവകലാശാല റൂൾ ബുക്ക് പേജ് നമ്പർ 17. സുരേഷ്.